ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ആയുർയോഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സൂര്യ. ആയുർവേദത്തിനെ കുറിച്ച് സംസാരിച്ചാലോ നമുക്കിന്ന്? ആയുർവേദം എന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും പുരാതനമായൊരു ചികിത്സാ രീതിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ആയുർവേദം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആയുസ്സിൻ്റെ വേദം എന്നാണ് ആയുർവേദം എന്ന പദത്തിൻ്റെ അർത്ഥം. ആയുസ്സിൻ്റെ പരിപാലനത്തെക്കുറിച്ചുള്ള അറിവും അത് ലഭിക്കാനുള്ള ഉപായവും വളരെ മികച്ച രീതിയിൽ വിവരിച്ചിട്ടുള്ള ഒരു ജീവശാസ്ത്രമാണ് ആയുർവേദം. ആയുർവേദത്തിൻ്റെ ആയുസ്സിനെ 4ആയി തരംതിരിച്ചിരിക്കുന്നു: ഹിതം, അഹിതം, സുഖം, ദുഃഖം. ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം ത്രിദോഷങ്ങളാണ്: വാതം, പിത്തം, കഫം. അവയുടെ അസന്തുലിതാവസ്ഥയാണ് രോഗകാരണം എന്നാണ് ആയുർവേദ സിദ്ധാന്തം. ഈ ത്രിദോഷങ്ങളുടെ സമാവസ്ഥയാണ് ആരോഗ്യം. ഈ ത്രിദോഷങ്ങളിൽ 1, 2, 3 കൂടുകയോ കുറയുകയോ ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് രോഗം. അപ്പോൾ ഈ വാതം, പിത്തം, കഫം എന്നിവയ്ക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ, അതായത് ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയാണ് രോഗം. ഇവ മൂന്നും ഒരുപോലെ ഇരുന്നാൽ, അതായത് സമാവസ്ഥയിൽ ഇരുന്നാൽ ഉള്ളതാണ് ആരോഗ്യം. അതുപോലെ നമുക്ക് പഞ്ചമഹാഭൂതങ്ങളെക്കുറിച്ച് അറിയാം. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി എന്നിവയാണ് പഞ്ചമഹാഭൂതങ്ങൾ. പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടായതെന്നാണ് ആയുർവേദ തത്വം. പഞ്ചമഹാഭൂത നിർമ്മിതമായ പ്രകൃതിയിൽ പഞ്ചമഹാഭൂത നിർമ്മിതമായ മനുഷ്യരെ പഞ്ചമഹാഭൂതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാരീതിയാണ് ആയുർവേദം പറയപ്പെടുന്നത്. സമഗ്രമായൊരു ചികിത്സാ സമ്പ്രദായമാണ് ആരോഗ്യം. നമുക്കൊരാൾക്ക് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഒരുപാട് നല്ലത് രോഗം വരാതെ അയാളെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഈ കാര്യം വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച ശാസ്ത്രമാണ് ആയുർവേദം. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ 2 പ്രധാന ശാഖകളുണ്ട്. അവയാണ് സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും. സ്വസ്ഥവൃത്തം എന്നാൽ രോഗമില്ലാത്തയാളുടെ ആരോഗ്യം ഉയർന്ന നിലവാരത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിനും രോഗം വരാതെ കാക്കുന്നതിനും വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ ശാഖയാണ് സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത്. രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള നിർദ്ദേശം നൽകുന്ന ശാഖയാണ് ആതുരവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ സ്വസ്ഥവൃത്തം, ആതുരവൃത്തം എന്ന 2 ശാഖകളാണ് ആയുർവേദത്തിനുള്ളത്. അതുപോലെ തന്നെ ആയുർവേദത്തെ 8 അംഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: കായ ചികിത്സ, ബാലചികിത്സ, ഗൃഹചികിത്സ, ഊർധ്വാംഗ ചികിത്സ, ശല്യതന്ത്രം, ദംഷ്ട ചികിത്സ, ജരാചികിത്സ, വൃഷചികിത്സ. അതുപോലെ ആയുർവേദം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ആയുർവേദോൽപത്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രചാരത്തിലുള്ള ഒന്നാണ് അഷ്ടാംഗഹൃദയം. അഷ്ടാംഗഹൃദയ പ്രകാരം അദാദിയായ ആയുർവേദത്തെ ബ്രഹ്മാവ് സ്മരിച്ചു. അത് പിന്നീട് പുത്രനായ ദക്ഷ പ്രജാപതിക്ക് പകർന്നു നൽകി. പ്രജാപതിക്ക് പകർന്നു നൽകിയത് പ്രജാപതിയിൽ അശ്വിനി കുമാരന്മാർ ഗ്രഹിച്ചു. അവർ ആ അറിവ് ദേവേന്ദ്രന് നൽകി. ഇന്ദ്രനിൽ നിന്നും അത്രയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ മനസ്സിലാക്കി. അവർ അത് ശിഷ്യന്മാരായ അഗ്നിവേശൻ, വേളൻ മുതലായവർക്ക് പകർന്നു നൽകി. അവരിൽ നിന്ന് വിവിധങ്ങളായ മഹർഷി പരമ്പരകളിലൂടെ ആയുർവേദം ഇന്നും ലോകത്തിന് വളരെ പ്രചാരത്തോടെ നിലനിൽക്കുന്നു. കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആയുർവേദത്തെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ആയുർവേദം എന്ന് പറഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, ഒരു സാഗരം തന്നെയുണ്ട്. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.